തിരുവനന്തപുരം മംഗലപുരത്ത് നിന്ന് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ 4 പേർ പിടിയിലായിരിക്കുന്നു. കുടവൂർ സ്വദേശിയായ ശ്രീജിത്ത്, വേങ്ങോട് സ്വദേശി അഭിരാജ്, അഭിറാം, അശ്വിൻ ദേവൻ എന്നിവരൊക്കെയാണ് പിടിയിലായിട്ടുള്ളത്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയുന്നത്. ഇന്നലെയായിരുന്നു ഈ കുട്ടിയെ കണ്ടെടുത്തത്. തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് പോലീസ് പറയുന്നത്, ഗോപാൽ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകുന്നേരത്തെ 7:45 വീട്ടിൽ നിന്നും ബലം പ്രയോഗിച്ച് കാറിലെത്തിയ 4 സംഘം 15-കാരനായ ആഷിഖിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പിന്നാലെ വലിയ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ആറ്റിങ്ങലിലെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തി. റബ്ബർ തോട്ടത്തിൽ തടഞ്ഞു വെച്ച് മർദ്ദിക്കുന്ന നിലയിലായിരുന്നു പോലീസ് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ആ സ്ഥലത്ത് നിന്ന് തന്നെ ആദ്യം 2 പേരെ കസ്റ്റഡിയിലെടുക്കുക, പിന്നീട് ഇന്നലെ രാത്രിയിൽ ബാക്കി 2 പേരെ കൂടി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇതിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ പിടിയിലായിരിക്കുന്ന 4 പേരും 20 മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള പ്രതികളാണ്. വേങ്ങോട് സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത്, അഭിരാജ്, അഭിറാം, അശ്വിൻ ദേവൻ എന്നിങ്ങനെ 4 പേരാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്കും മർദ്ദനത്തിലേക്കും കലാശിച്ചത് എന്നതാണ് പോലീസിന് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. അതായത് ഈ കൂട്ടത്തിൽ പ്രതികളിൽ ഒരാളായ അശ്വിൻ ദേവ് ഈ പ്രതിയുടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയുടെ സഹപാഠിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 7 മാസമായി അശ്വിൻ ദേവിനെ അവഗണിച്ചുകൊണ്ട് ഈ ആഷിഖുമായി, അതായത് തട്ടിക്കൊണ്ടുപോയ 15-കാരനുമായി പെൺകുട്ടി സൗഹൃദത്തിലായി. ഇക്കാര്യം പലതവണ ആഷിഖിനോട് ഈ പ്രതികൾ പറഞ്ഞുവെങ്കിലും ആഷിഖ് അതിന് വഴങ്ങിയില്ല എന്നും അതുകൊണ്ടാണ് പ്രതികൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്നതുമാണ് ഇപ്പോൾ പോലീസിന് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. സമാനമായി കഴിഞ്ഞ ശനിയാഴ്ചയും ആഷിഖിനെ ഈ സംഘം ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു. ദീർഘനേരം കഴിഞ്ഞിട്ടാണ് ആഷിഖിനെ ഇവർ മടക്കി അയച്ചത്. അന്നും പോലീസിനെ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യുകയോ അന്വേഷണം നൽകുകയോ പരാതി നൽകുകയോ ഒന്നും നടന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ആ തരത്തിലൊരു വലിയ വിഷയമായി പരിഗണിക്കാതിരുന്നു. എന്നാൽ ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ ഒരു സിനിമാ സ്റ്റൈൽ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായതോടുകൂടിയാണ് ബന്ധുക്കൾ മംഗലപുരം സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പ്രതികൾ വലയിലാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രതികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഇത് ലഹരി മാഫിയയുടെ അടക്കം ബന്ധം എന്ന തരത്തിലേക്കൊക്കെ ചർച്ചയായിരുന്നു. എന്നാൽ അത്തരത്തിലേക്കുള്ള സാന്നിധ്യമോ സൂചനകളോ ഒന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ വിഷയം, അതായത് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഈ പ്രതികൾ 15-കാരനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് വ്യക്തമാകുന്നത്. ദിവ്യ.